കുട്ടികളെ, അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഉമ ടീച്ചർ. നമ്മളിന്ന് +1 മലയാളത്തിലെ 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ അധ്യായം മുഹ്യുദ്ദീൻ മാല എന്നൊരു പാഠഭാഗമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മുഹ്യുദ്ദീൻ മാല എന്നത് അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയാണ്. ഇപ്പോൾ അറബി മലയാളം എന്ന് പറഞ്ഞാൽ 2 ഭാഷകൾ ചേർന്നാണ് അറബിയും മലയാളവും. എന്ന് വെച്ചാൽ മലയാളത്തിലെ പദങ്ങൾ, അറബി പദങ്ങളും മലയാളത്തിലെ പദങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതിയ ഒരു ഭാഷാ സങ്കരമാണ് അറബി മലയാളം. അപ്പോൾ അറബി മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് മുഹ്യുദ്ദീൻ മാല. അപ്പോൾ പ്രഥമ കൃതിയാണ് മുഹ്യുദ്ദീൻ മാല. അപ്പോൾ മുഹ്യുദ്ദീൻ മാലയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. ഖാസി മുഹമ്മദാണിത് എഴുതിയത്. കോഴിക്കോട്ടുകാരനായ ഖാസി മുഹമ്മദ് പല ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച ആശയങ്ങളെല്ലാം കണ്ടെത്തി സാഹിത്യത്തിലെ മുഖ്യ കൃതിയായ ഈ മുഹ്യുദ്ദീൻ മാല എന്ന കൃതി രചിച്ചത്. അപ്പം നോക്കുക എന്തൊക്കെയാണ്. കാലം കൃത്യമായി രേഖപ്പെടുത്തിയ അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയായ മുഹ്യുദ്ദീൻ മാല കോഴിക്കോട് സ്വദേശിയായ ഖാസി മുഹമ്മദിൻ്റെ രചനയാണ്. ബാഗ്ദാദിൽ ജീവിച്ചിരുന്ന ഷൈഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഷൈഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന സൂഫി ശ്രേഷ്ഠൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന ഈ കാവ്യത്തിലെ 2 ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മുഹ്യുദ്ദീൻ മാലയിൽ ആദ്യ ഘട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം. ഷൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ, ഷൈഖുമാർക്കെല്ലാവർക്കും ഖുതുബായി വന്നോവർ. അപ്പോൾ ഷൈഖ് അബ്ദുൽ ഖാദർ ജിലാനി, കൈലാനി എന്നാണ് വരികൾ, ജിലാനി എന്നാണ്. അബ്ദുൽ ഖാദർ അതാണ് അബ്ദുൽ ഖാദർ ജിലാനി, മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി, അദ്ദേഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷൈഖ് അബ്ദുൽ ഖാദിരി കൈലാനി എന്നോവർ ഷൈഖുമാർക്ക് എല്ലാവർക്കും ഖുതുബായി വന്നവർ. ഖുതുബായി താഴെ അർത്ഥം കൊടുത്തിട്ടുണ്ട്, നേതാവായി വന്നവർ. അറബി പദങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഖുതുബായി വന്നോവർ വെച്ചാൽ ഷൈഖുമാരുടെ എല്ലാം നേതാവായി വന്ന ആരാണ്? ഷൈഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളാണ്. സൂഫി ശ്രേഷ്ഠനായ ഈ മുഹ്യുദ്ദീൻ ജിലാനിയുടെ ശ്രേഷ്ഠമായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഖുതുബായി വന്നോർ, ഖുതുബായി എന്ന് പറഞ്ഞാൽ നേതാവായി, എല്ലാ ഷൈഖുമാരുടെയും നേതാവായി വന്ന ആൾ, വന്നോവർ, വന്ന ആൾ. വന്നോവർ എന്ന് പറഞ്ഞാൽ വന്നാൾ അല്ലെങ്കിൽ എന്ന ആൾ, എന്നോവർ, ഖുതുബായി വന്നോവർ. അള്ളാഹു സ്നേഹിച്ച മുഹ്യുദ്ദീൻ എന്നോവർ. അപ്പം എന്താണ്? അള്ളാഹു സ്നേഹിച്ച മുഹ്യുദ്ദീൻ എന്നോവർ എന്ന ആളാണ്. അള്ളാഹു സ്നേഹിച്ച മുഹ്യുദ്ദീൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അറ്റം ഇല്ലാത്തോളം മേൽമ ഉടയോവർ, അറ്റം കാണാത്ത, പരിധിയില്ലാത്ത മേൽമ. മേൽമ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പദമാണ് ഉപയോഗിച്ച് മേൽമ എന്ന് പറഞ്ഞാൽ മേൽമ. അറ്റമില്ലാത്ത മേന്മയ്ക്ക് ഉടയവരാണ് അദ്ദേഹം. ധാരാളം മേന്മകളുടെ ഒരു എന്താ പറയുക, മേന്മയ്ക്ക് ഉടയവരാണ്, മേന്മ ഉള്ള ഒരാളാണ്. ആര്? ഈ അബ്ദുൽ ഖാദിർ ജിലാനി, ഷെയ്ഖ് മുഹ്യുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്നാണ് കവി ഖാസി മുഹമ്മദ് പറയുന്നത്. മേന്മയിൽ സ്വല്പം പറയുന്നു ഞാനിപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേന്മയിൽ ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷെ കുറച്ച് കാര്യം ഞാനിവിടെ പറയുന്നു. എങ്ങനെയാണത് പറയണത്? പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ, പാലിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ അതിനെ ഒരു ബൈത്താക്കി എന്ന് പറഞ്ഞാൽ കാവ്യമാക്കി. ഞാൻ പാലിൽ നിന്നും വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ കുറച്ച് നല്ല ആശയങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഒരു കാവ്യമാക്കി ഇവിടെ എന്ത് ചെയ്യാണ്? ചൊല്ലുകയാണ്, പറയുകയാണ്. പാക്കിയം ഉള്ളവർ ഇതിനെ പഠിച്ചോവർ. ഇവിടെ പറയണത് പാക്കിയുള്ളവർ ഇതിനെ പഠിച്ചോവർ എന്നാണ്. പഠിച്ചോവർ എന്ന് പറഞ്ഞാൽ പഠിച്ചോവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പഠിച്ചവർ. അപ്പോൾ പാക്കിയം എന്ന് പറഞ്ഞാൽ ഭാഗ്യം.
പാക്കിയം ഉള്ളോവർ ഇതിനെ പഠിച്ചോവർ എന്നാണ് വരികൾ. പാക്കിയം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഭാഗ്യം ഉള്ളവരാണ് ഇതിലെ വരികൾ മനസ്സിലാക്കിയവർ. ഇതിലെ കാര്യങ്ങളെല്ലാം, ഈ സൂഫി ശ്രേഷ്ഠനെ കുറിച്ചുള്ള അപദാനങ്ങൾ മനസ്സിലാക്കിയവരെല്ലാം ഭാഗ്യമുള്ളവരാണ് എന്നാണ് ഖാസി മുഹമ്മദ് പറയുന്നത്. ഇതിനെ പഠിച്ചോവർ കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ. അപ്പൊ കണ്ടൻ അറിവാളൻ എന്ന് പറഞ്ഞാൽ അറിവുള്ള ആൾ എന്ന് വെച്ചാൽ പണ്ഡിതൻ. കണ്ടൻ അറിവാളൻ കാട്ടിത്തരും പോലെ. അപ്പോൾ നമുക്ക് ഒരു പണ്ഡിതനായ ഖാസി മുഹമ്മദാണ് ഈ കാര്യങ്ങളെല്ലാം കാവ്യമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഖാസി മുഹമ്മദ് അതെന്ന് പേരുള്ളോർ. കോഴിക്കോട്ടുതുറ തന്നിൽ പിറന്നവർ. നേരത്തെ പറഞ്ഞു, കോഴിക്കോട്ട് ജനിച്ച ഖാസി മുഹമ്മദ് എന്ന പണ്ഡിതനാണ്, എഴുത്തുകാരനാണ് മുഹിയുദ്ദീൻ മാല എന്ന ഈ കൃതി. എന്ന് വെച്ചാൽ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന സൂഫി ശ്രേഷ്ഠന്റെ അവദാനങ്ങൾ ശേഖരിച്ച് കാവ്യമാക്കി അവതരിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. കോർവ എന്ന് പറഞ്ഞാൽ രചന. കോർവ താഴെ പുസ്തകത്തിന് നിങ്ങളുടെ ഈ വരികൾക്ക് താഴെയിട്ട് അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. കോർവ എന്ന് പറഞ്ഞാൽ രചന. അപ്പം അതെല്ലാം ചേർത്ത് ഈ സൂഫി ശ്രേഷ്ഠന്റെ അവദാനങ്ങളെല്ലാം ചേർത്ത് ഒരു രചനയാക്കി മാറ്റിയത്, നല്ലൊരു രചനയാക്കി അതിനെ നമുക്ക് മുന്നിൽ, ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് ഖാസി മുഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരനായ എഴുത്തുകാരനാണ്, പണ്ഡിതനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിലെ പദങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഒന്നാം ഘട്ടത്തിൽ പറയുന്നത്. ഇനി ഇതിലെ സൂഫി ശ്രേഷ്ഠന്റെ ചില അപദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞത് സൂഫി ശ്രേഷ്ഠനെ കുറിച്ചാണ് പറഞ്ഞത്. സൂഫി ശ്രേഷ്ഠനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അപദാനങ്ങളെ കുറിച്ചും ആര് പറഞ്ഞു എന്നൊക്കെയാണ് വിശദീകരിച്ചത്. ഖാസി മുഹമ്മദ് എന്ന പണ്ഡിതൻ. ഈ സൂഫി ശ്രേഷ്ഠന്റെ അപദാനങ്ങൾ പഠിക്കുന്നവർ, മനസ്സിലാക്കുന്നവർക്ക് ഭാഗ്യമുണ്ട് എന്നാണ് പിന്നെ പറഞ്ഞത്, അല്ലെ? അങ്ങനെ പറയില്ലേ, പാക്യമുള്ളവർ ഇതിനെ പഠിച്ചോവർ എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരെല്ലാം ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഒരു മുസ്ലിം മതവിശ്വാസ പ്രകാരം അങ്ങനെ ഉണ്ട് തോന്നുന്നു. ഈ മുഹിയുദ്ദീൻ മാലയിലെ വരികളൊക്കെ ചൊല്ലുന്നത് നല്ലതാണ്, അവർക്കൊരു വിശ്വാസമുണ്ട് തോന്നുന്നു. അപ്പോൾ അതുമായിരിക്കാം ഇങ്ങനെ പറഞ്ഞത്. അത് ഭാഗ്യമുള്ളവരാണ് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചവർ എന്നാണ് ഖാസി മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഖാസി മുഹമ്മദ് എന്ന പണ്ഡിതൻ അവതരിപ്പിക്കുന്ന സൂഫി ശ്രേഷ്ഠന്റെ സൂഫി ശ്രേഷ്ഠൻ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ ആ അപദാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത വരികളിൽ ഉള്ളത്. നോക്കാം. അറിവും നിലയും അതേതും ഇല്ലാത്തോർക്ക് അറിവും നിലയും നിറയെ കൊടുത്തോവർ. അറിവ്, ജ്ഞാനം ഇല്ല, അല്ലെങ്കിൽ അറിവില്ല, പദവികളില്ല, അങ്ങനെ ഇല്ലാത്തവരെ, പാവങ്ങളായവർക്ക് അത് നൽകി. അറിവും പദവിയും നിറയെ കൊടുത്തോവർ. എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതലായിട്ട്, വളരെ അധികമായിട്ട് ഈ അറിവും പദവികളും നൽകിയ ആളാണ് ഈ സൂഫി ശ്രേഷ്ഠനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. നിലയും അറിവും അതൊക്കെയും ഉള്ളവരെ നിലയും അറിവും പറിച്ചു കളഞ്ഞോവർ. അതാണ് അറിവും പദവികളും ഉള്ളവർ അഹങ്കരിച്ചു നടന്നപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെയൊക്കെ ആ അറിവും നിലയും എല്ലാം ഒഴിവാക്കുക, എടുത്തു കളയാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നില ഏറെ കാട്ടി നടന്നൊരു ശൈഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചു വെച്ചോവർ. വലിയ അഹങ്കാരത്തോടെ, വലിയ ആളാണെന്ന ഭാവത്തിൽ നടന്ന ഒരു ശൈഖിനെ നിലത്തിന്റെ താഴെ നടത്തിച്ചു വെച്ചോവർ, താഴെ തട്ടിലെത്തിച്ച് അദ്ദേഹത്തിന്റെ പദവിയൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആർക്ക്? സൂഫി ശ്രേഷ്ഠനായ മുഹിയുദ്ദീൻ ജിലാനിക്ക് കഴിഞ്ഞു. കാരണം അബ്ദുൽ ഖാദിർ ജിലാനിക്ക് കഴിഞ്ഞു. കാരണം മേന്മ ധാരാളമുള്ള ഒരാളാണ് ഇദ്ദേഹം. എന്ന് വെച്ചാൽ കൂടുതൽ മഹത്വങ്ങളുള്ള ഒരാളാണ്. ആ മഹത്വങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ്. പദവിയും നിലയും ഇല്ലാത്ത പാവങ്ങൾക്ക് അതെല്ലാം നൽകി. എന്നാൽ പദവിയും നിലയും ഉള്ളവർ അഹങ്കരിച്ചു നടന്നപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അതിൻ്റെ വളരെ താഴെ തട്ടിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഉണർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കൊടുത്തോവർ. ഇനി എന്താ പറയണത്? ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യത്തെ വെച്ചാൽ സാധാരണ നാളെ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചത്തിൽ ജീവിതത്തിൽ
ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം എന്ത് ചെയ്തു? ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കൊടുത്തവർ, ഉറക്കിൽ സ്വപ്നങ്ങളായിട്ട് കാണിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയണത്, ഉണർച്ചയിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉറക്കത്തിൽ കിനാവായി കാട്ടിക്കൊടുത്തവർ, സൂചനയൊക്കെ നൽകി. കിനാവായിട്ട് സാധ്യതകളുള്ള അപകട സാധ്യതകളൊക്കെ കിനാവാക്കി സൂചനകളായിട്ട് നൽകി. പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ. അപ്പോൾ അദ്ദേഹത്തെ പേടിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ നട്ടം തിരിക്കുന്നതിന് വേണ്ടി പാമ്പിന്റെ കോലത്തിലൊക്കെ, പാമ്പിന്റെ രൂപത്തിലൊക്കെ ജിന്നുകൾ ചെന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഭയമേതും കൂടാതെ എന്നാണ് ഇവിടെ പറയുന്നത്. ഭയമേതും പറഞ്ഞാൽ ഭയമേതും, ഭയമൊന്നുമില്ലാതെ അദ്ദേഹം അതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പറിച്ചെറിഞ്ഞിട്ടോവർ, എടുത്ത് പറിച്ച് വലിച്ചെറിയാൻ അദ്ദേഹത്തിന്, അതിനെ അവഗണിക്കാൻ, ഒഴിവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ജിന്നൊരു പൈതലെ കൊണ്ടുപോയി വിട്ടാരെ ജിന്നെ വിളിപ്പിച്ച് അതിനെ കൊടുത്തോവർ. അപ്പോൾ ജിന്നുകൾ പലതരത്തിലുള്ള വിക്രിയകളൊക്കെ കാണിക്കുന്നതാണ് ജിന്നുകൾ എന്നാണല്ലോ വിശ്വാസം. അപ്പോൾ ജിന്നുകൾ ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി, എവിടേക്കോ കൊണ്ടുപോയി. അപ്പോൾ ആ പൈതലിനെ തിരികെ ജിന്നിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? വിളിപ്പിച്ച് അതിനെ കൊടുത്തവർ തിരികെ എത്തിക്കാനും നമ്മുടെ ഈ സൂഫി ശ്രേഷ്ഠനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പലരും പല ബണ്ണം തിമ്മാൻ കൊതിച്ചോരെ പാങ്ങോടെ അങ്ങനെ തന്നെ തീറ്റിച്ചോവർ. പലരും പല ബണ്ണം എന്ന് പറഞ്ഞാൽ പലവിധം, പലതരത്തിൽ. തിമ്മാൻ കൊതിച്ചോരെ, തിമ്മാൻ എന്ന് പറഞ്ഞാൽ തിന്നാൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ ദ്രോഹിക്കാൻ പലതരത്തിൽ ശ്രമിച്ചവരെയെല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? പാങ്ങോടെ അങ്ങനെ തന്നെ തീറ്റിച്ചോവർ. പാങ്ങോടെ എന്ന് പറഞ്ഞാൽ വളരെ നന്നായി, അങ്ങനെ തന്നെ അവരെ തന്നെ തിരിച്ച് ആ അനുഭവത്തിലൂടെ നടത്തിച്ചു എന്ന് വെച്ചാൽ, നമ്മുടെ സൂഫി ശ്രേഷ്ഠനെ അഥവാ ഈ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം തിരിച്ച് അതേ പണി തന്നെ കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പെയ്യും മഴയോടും ഒഴുകുന്ന ഹാറോടും പോരും അതെന്നാരെ പോരിച്ചു നിന്നോവർ. പെയ്യുന്ന മഴയെയും ഒഴുകുന്ന നദിയെ വരെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കനിയില്ലാ കാലം കനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചോവർ. കനിയില്ലാ കാലം എന്ന് വെച്ചാൽ ക്ഷാമകാലത്ത് ധാരാളം ഫലമൂലാദികൾ നൽകാൻ, ഫലങ്ങളും മറ്റ് ധാന്യങ്ങളും ഇതൊക്കെ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കൂടാതെ കരിഞ്ഞ മരത്തിന്മേൽ കായായി നിറച്ചോവർ, കരിഞ്ഞ മരത്തിന്മേൽ വരെ ഫലങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതൊക്കെയാണ് ഈ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന സൂഫി ശ്രേഷ്ഠനെ കുറിച്ചുള്ള അപദാനങ്ങൾ. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. മുഹിയുദ്ദീൻ മാല എന്ന അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ചു ഭാഗങ്ങളാണിത്. അപ്പം ഇതിൽ നിന്ന് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒറ്റ വാക്കുള്ളൊരു ചോദ്യമാണ്, അറബി മലയാള സാഹിത്യത്തിലെ പ്രഥമ കൃതി ഏത്? അപ്പോൾ ഉത്തരം എന്താണ്? മുഹിയുദ്ദീൻ മാല. അപ്പോൾ മുഹിയുദ്ദീൻ മാല എന്ന ഈ കൃതി രചിച്ചതാര്? ഖാസി മുഹമ്മദ് ആണത് രചിച്ചത്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ട് ജനിച്ച ഖാസി മുഹമ്മദിൻ്റെ രചനയാണ് മുഹിയുദ്ദീൻ മാല. അപ്പോൾ ഇത്രയും വളരെ ലളിതമായ ഒരു കാര്യമാണ്. അറബി മലയാള സാഹിത്യത്തിലെ ഒരു ചെറിയ കാവ്യഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ച് പറഞ്ഞത്. അപ്പോൾ അറബി മലയാള സാഹിത്യം എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമ്മുടെ ഭാഷയ്ക്ക് പലതരം വകഭേദങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളത്തിലെ പല പ്രദേശക്കാരും പല രീതിയിലുള്ള ആണ് സംസാരിക്കുന്നത്, അറിയാലോ. അപ്പോൾ അതുപോലെ തൃശ്ശൂർ, കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം, ഇങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ജനങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. അതാണ് 6 നാട്ടിൽ 100 ഭാഷ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ സാഹിത്യ ഭാഷയിലും ഈ രീതിയിലുള്ള വകഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ അറബി മലയാളം. അപ്പോൾ ഇതിലെ ഈ വരികളുടെ ആശയം ഒന്നുകൂടെ ചുരുക്കി ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ഷെയ്ഖുമാർക്കെല്ലാം നേതാവായി തീർന്നവനാണ്. അള്ളാഹുവിൻ്റെ സ്നേഹഭാജനമായ അദ്ദേഹം അവസാനമില്ലാത്ത മേന്മയ്ക്ക് ഉടയവനാണ്.
അദ്ദേഹത്തിൻ്റെ മേന്മയിൽ സ്വല്പം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെ പാലിൽ നിന്ന് വെണ്ണ പോലെ കാവ്യമായി ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഇത് പഠിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ്. ഖാസി മുഹമ്മദ് എന്ന പേരായ പണ്ഡിതനാണ് ഇത് എഴുതിയത്. കോഴിക്കോട് ജനിച്ച അദ്ദേഹം ഈ എഴുതിയ ഈ കാവ്യത്തിൽ നിന്നാണ് നമുക്ക് പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ പറയുന്ന ഈ സൂഫി ശ്രേഷ്ഠൻ്റെ അഥവാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ അപദാനങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. അദ്ദേഹം അറിവും സ്ഥാനമാനങ്ങളും ഇല്ലാത്ത സാധു ജനങ്ങൾക്ക് അറിവും സ്ഥാനമാനങ്ങളും നൽകി. അഹങ്കാരത്താൽ ഇതൊക്കെ ഉപയോഗിച്ചവരിൽ നിന്ന് അവയെല്ലാം ഒഴിവാക്കി സാധാരണക്കാരനാക്കിയതും അദ്ദേഹം തന്നെയാണ്. ഉള്ളതിനേക്കാളും വലിയ നില കാണിച്ച് നടന്ന ഗുരുക്കന്മാരെ ഉള്ള നില കളഞ്ഞ് നിലത്തിൻ്റെ താഴെ നടത്തിച്ചു കളഞ്ഞതും അദ്ദേഹം തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെ ഉറക്കത്തിൽ കിനാവിലൂടെ കാണിച്ചു കൊടുത്ത് രക്ഷിച്ചതും അദ്ദേഹം തന്നെയാണ്. പാമ്പിൻ്റെ രൂപത്തിൽ ജിന്നുകൾ അദ്ദേഹത്തെ വിരട്ടാൻ ചെന്നു. എന്നാൽ അദ്ദേഹം യാതൊരു ഭയവുമില്ലാതെ അവയെ പറിച്ചെറിഞ്ഞു എന്നതും നാം അറിഞ്ഞിരിക്കണം. ജിന്നിനെ വിളിപ്പിച്ച് ജിന്ന് തട്ടിക്കൊണ്ടുപോയ പൈതലിനെ തിരികെ കൊണ്ടുവരുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ പഴങ്ങളില്ലാത്ത കാലത്ത് പഴങ്ങളും, ക്ഷാമം വന്ന കാലത്ത് ഉണങ്ങിയ മരത്തിൽ കായ്കനികളും നിറച്ച് ജനങ്ങളെ സഹായിച്ചതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയുടെ ആശയം. ഇനി ഈ കവിതയൊന്ന് വായിച്ചിട്ട് ഇതിലെ ആശയം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ഈ ആശയങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ചോദ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.